നമസ്കാരം സാറേ. നമസ്കാരം. സാറ് പ്രോസിക്യൂട്ടർ ആയിരുന്ന കാലത്ത് സാറിൻ്റെ ഏതെങ്കിലും ഒരു നല്ല ഒരു കേസിൻ്റെ അനുഭവം വിവരിക്കാമോ? ഇപ്പം നമ്മൾ നിൽക്കുന്നത് പൂങ്കാവനം, ശബരിമല പൂങ്കാവനം ഏരിയയിലാണ്. ഇതിനടുത്ത് തന്നെ അട്ടത്തോടെന്ന് പറയുന്ന ഒരു ഗിരിവർഗ കോളനിയുണ്ട്. ആ ഗിരിവർഗ കോളനിയിൽ പത്മിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അതിദാരുണകരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു കേസ് ഞാൻ നടന്നിട്ടുണ്ട്. സാറ് പ്രോസിക്യൂട്ടറായിട്ട്? ഞാൻ പ്രോസിക്യൂട്ടറായിരുന്നു. അന്നേരം ഈ നാട്ടിൽ ചെന്ന് പത്മിനിയെ പറ്റി അന്വേഷിച്ചപ്പോൾ രാത്രി കാലങ്ങളിൽ ഈ പത്മിനിയുടെ വധം കഴിഞ്ഞതിന് ശേഷം പത്മിനി പ്രത്യക്ഷപ്പെടാറുണ്ടെന്നും പത്മിനിയുടെ പ്രേതം അവിടെ സഞ്ചരിക്കാറുണ്ടെന്നും ആണ് ആൾക്കാർ പറഞ്ഞത്. ഈ പത്മിനി പ്രേതമായാലും അല്ലെങ്കിലും അവിടെ പ്ലേസ് ഓഫ് ഒക്കറൻസ് കാണാനായിട്ട് ഞാൻ പോയപ്പോൾ ആ പത്മിനിയുടെ ഒരു എഫക്റ്റ് എനിക്കുണ്ടായി. ആ പത്മിനി എഫക്റ്റ് അനുസരിച്ച് ഞങ്ങൾ കേസ് നടത്തി. ഈ പത്മിനിയെ പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് കാലിൻ്റെ മുഴങ്കാലോ ഏതാ ഈ ഭാഗം വരെയുള്ള ഈ തലമുടിയും അതിസൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഗിരിവർഗത്തിൽപ്പെട്ട ആ സ്ത്രീയെയാണ് അതിദാരുണകരമായി അവിടുത്തെ ഒരു സ്ഥിരം കുറ്റവാളിയായ ഒരാൾ ബലാത്സംഗം ചെയ്ത് കൊന്നത്. ആ കേസ് ശിക്ഷിച്ചു. ജീവപര്യന്തം കിട്ടി. അയാളിപ്പോൾ ഇറങ്ങിക്കാണും. ഞാൻ പ്രോസിക്യൂട്ടറാകുന്നത് 92 മുതൽ 2007 കാലഘട്ടം വരെയാണ്. ആ സമയത്ത് ഇപ്പോൾ ഇറങ്ങിക്കാണാൻ സമയം തീർച്ചയായിട്ടും ആയിട്ടുണ്ട്. അന്നേരം ഈ എനിക്ക് പത്മിനി വധം എന്ന് പറയുന്ന അവർ സന്ധ്യയ്ക്ക് അവർ പോവുകയായിരുന്നു. പോകുന്ന സമയത്ത് അവരെ ശ്വാസം മുട്ടിച്ച് ഒരു ഭാഗത്തേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോയി അതിദാരുണകരമായിട്ട് ബലാത്സംഗം ചെയ്ത് അവളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. അതെങ്ങനെ കണ്ടുപിടിച്ച പോലീസ് കണ്ടുപിടിക്കുന്നത് പോലീസ് സംഭവ സ്ഥലത്തിൽ വന്നു. അത് അവിടെ കുറച്ച് ഫോറിൻ പാർട്ടിക്കിൾസ് കിട്ടി. കാരണം ഈ ബലാത്സംഗം നടന്നു കഴിയുമ്പോൾ സെലോപ്പിയൻ ടേപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട്. അതായത് ഈ ഗുഹ്യഭാഗത്തും അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം സെലോപ്പിയൻ ടേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ടേപ്പ് ഒട്ടിച്ചിട്ട് അവർ വലിച്ചു പറിച്ചെടുക്കും. അന്നേരം ഫോറിൻ ബോഡി, അതായത് ഒരു പുരുഷൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറിൻ്റെ പാർട്ടുകളൊക്കെ കിട്ടി. അത് സയൻറ്റിഫിക് അനാലിസിസ് അനുസരിച്ച് നടത്തിയ വിശകലനത്തിലാണ് പ്രതിയെ ഡെഫിനറ്റായിട്ടും പിടികൂടുന്നത്. എത്ര ദിവസം കഴിഞ്ഞ് പ്രതിയെ പിടികൂടി? ഏതാണ്ട് സയൻറ്റിഫിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, ഇൻക്വസ്റ്റിലാണ് ഇത് പോസ്റ്റ്മോർട്ടത്തിനെയൊക്കെ സമയങ്ങളിലാണ് ഇത് കളക്ട് ചെയ്യുന്നത്. അത് കളക്ട് ചെയ്തതിന് ശേഷം വെജീന സ്വാബും ഒക്കെ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ സെമൻ പാർട്ടിക്കിൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ളതെല്ലാം ടെസ്റ്റ് ചെയ്തപ്പം പ്രതിയുടെയുമായി മാച്ച് ചെയ്യുന്നുണ്ട്. ആ കേസ് ശിക്ഷിച്ചു. ഡിഫൻസ് കൗൺസിൽ ആരാന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഡിഫൻസ് കൗൺസിൽ ആരാന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറയുന്നില്ല. പ്രഗത്ഭനായ ഒരു പഴയ APP ആണ്, റിട്ടയർഡ് APP ആയിരുന്നു അദ്ദേഹം. വളരെ ഘോരമായിട്ട് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഈ പ്രോസിക്യൂട്ടറായ സമയത്തെ പറ്റി വിഷമിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു കേസ് നടത്തുമ്പോൾ ഈ ഇവർ വാദം പറയുമ്പോൾ ഒക്കെ വെറുതെ വാദം പറയുകയാണല്ലോ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് നമുക്ക് വളരെ ഭാരപ്പെടാറുണ്ട്. മണിക്കൂറുകളോളം നമ്മൾ പഞ്ചപുച്ഛം അടക്കി ഇവരുടെ വാദഗതികൾ കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിൻ്റെ മറുപടി പറയുക. നമുക്ക് മറുപടി ഒന്നും പറയാനില്ല, കോടതി തന്നെ മറുപടി പറഞ്ഞോളും. കറക്റ്റായിട്ട് നന്നായിട്ട് തെളിയിക്കപ്പെട്ട ഒരു കേസാണ്. അതെ. അന്നേരം അങ്ങനെ എത്ര ആ പത്മിനിക്ക് ഇന്നത്തെ ഈ ദിവസം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എത്ര കൊലക്കേസ് സാറ് പ്രോസിക്യൂട്ടറായിട്ട് നടത്തിയിട്ടു? ഒരു 300 കേസിലധികം നടത്തിയിട്ടുണ്ട്. കൊലക്കേസുകൾ ഒരു 5000 കൊലക്കേസുകളുടെ CD അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിഫൻസ് കൗൺസിലായിട്ടൊരു 100-ന് താഴെയുള്ള കേസുകൾ നടത്തിയിട്ടാണ്. ഏറ്റവും കൂടുതൽ കേസ് നടത്തിയിട്ടുള്ള പ്രോസിക്യൂട്ടറായിട്ടാണ്. അതിൽ മഹാഭൂരിപക്ഷവും ശിക്ഷിച്ചിട്ടുണ്ട്. ശരി. പിന്നെ ഹോസ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ്. അതായത് ചില അഭിഭാഷകർ
പേര് പെരുമയുണ്ടെങ്കിലും അവർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സാക്ഷികളെ ഹോസ്റ്റലിലാക്കുക, പ്രതിഭാഗം ചേർത്ത് കേസ് നടത്തുക. അന്ന് എനിക്ക് വളരെ പുച്ഛമായിരുന്നു ആ വക്കീലന്മാരോട്. പക്ഷെ ഇന്ന് ഡിഫൻസ് കൗൺസിലായപ്പോൾ ഏറ്റവും സേഫായിട്ട് കേസ് നടത്താനുള്ള പിന്നെ സാക്ഷികളെ പ്രതി ഭാഗത്തേക്ക് തിരിച്ച് റിസ്ക് ഇല്ലാതെ നമുക്ക് കേസ് തീർക്കാൻ സാധിക്കും. അതായത് ഒരു കൊലക്കേസ് നടത്തുക എന്ന് പറയുമ്പോൾ എത്ര ഫീസ് വാങ്ങിച്ചു എന്നുള്ളതല്ല, എത്രമാത്രം മനോവ്യഥ, ഒരു ക്രിമിനൽ കേസ് നടത്തുമ്പോഴേ അത് പരമാവധി സെറ്റിൽ ചെയ്ത് പോകുന്നതാണ് നല്ലതെന്നാണ്. ഈ പ്രതിഭാഗത്തേക്ക് ചേർക്കുക അല്ലെങ്കിൽ പിന്നെ അതായത് നമ്മൾ കണ്ടസ്റ്റ് ചെയ്തതിനേക്കാളും പരമാവധി എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ പിന്നെ സാക്ഷികളെ സ്വാധീനിച്ചും എന്ന് ഞാൻ പറയാൻ ഒരുക്കമല്ല. കാരണം പ്രോസിക്യൂട്ടർ ആയിരുന്നപ്പോൾ അതെനിക്ക് പുച്ഛമായിരുന്നു. പക്ഷേ ഡിഫൻസ് കൗൺസിലായപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഈ പിന്നെ സീത്രൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പോകാവുന്നതെന്ന് പറഞ്ഞാൽ, അതായത് കണ്ടസ്റ്റ് ചെയ്ത ഒരു കേസ് നടത്തി നമ്മുടെ പിന്നെ പ്രാഗൽഭ്യം തെളിയിക്കുന്നതിനേക്കാൾ നല്ലത് ചിലപ്പോൾ പ്രതിക്ക് ഗുണകരമാകുന്നത് അത് പിന്നെ ഒന്നീ ഹോസ്റ്റലാക്കുക അല്ലെങ്കിൽ ആ കേസ് സെറ്റിലാക്കുക എന്നുള്ള ആണ് നല്ലതെന്നാണ്. ഒരു കൊലക്കേസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറയാം, അല്ലെങ്കിൽ ഒരു കേസ് എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കീഴ്ക്കോടതി ശിക്ഷിച്ചു, ഞങ്ങൾ മുകളിലുള്ളവർ നോക്കിക്കൊള്ളാമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ആകുമ്പോൾ അപ്രിഷ്യേറ്റ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് വളരെ പരിമിതമായിരിക്കും. അതുകൊണ്ട് പിന്നെ ഏറ്റവും സേഫായിട്ടുള്ള മെത്തേഡെന്ന് പറയുന്നത് ഈ സാക്ഷികളെ പ്രതിഭാഗത്തേക്ക് ചേർത്ത് നിർത്തി കേസ് നടത്തുന്നതായിരിക്കും. അതെല്ലാ കേസുകൾക്കും അതാണ് പരമാവധി അങ്ങനെ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കണമെന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം ഒരു ആസ് എ ഡിഫൻസ് ലോയർ മൈ അഡ്വൈസ് അതൊരു വളരെ ഫീസിബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതാണ് നല്ലത്, അതേ നന്നാകത്തുള്ളൂ. ഓക്കെ, നന്ദി സാർ. നന്ദി, നമസ്കാരം. നന്ദി.